What if I told you can export almost anything from India to any part of the world with 0% tax? Yes, literally 0% tax. No income tax, no GST, no customs duty, nothing. Sounds too good to be true, right? So it is actually 100% real, and welcome to the world of SEZ. SEZ, അഥവാ Special Economic Zones. സോ SEZ കോൺസെപ്റ്റ് വൈസ് സിമ്പിൾ ആണ്. നമുക്ക് ദുബായിലെ ഫ്രീ സോൺസ് ഒക്കെ പോലെ ഇന്ത്യയിൽ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഇന്റർനാഷണൽ ബബിൾസിനെയാണ് നമ്മൾ SEZ എന്ന് പറയുന്നത്, SEZ. സോ ബേസിക്കലി അവിടെ നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു സോണിലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ ടാക്സിന് ബേസിക്കലി നമ്മുടെ എക്സ്പോർട്സിലുള്ള പ്രോഫിറ്റിൽ ടാക്സ് 0 ആണ്. അതുപോലെ നമ്മുടെ മെഷീനറി, റോ മെറ്റീരിയൽസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഡ്യൂട്ടി ഫ്രീ ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാം സിംഗിൾ വിൻഡോ ആണ്, ഫാസ്റ്റ് ആണ്, ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലോജിസ്റ്റിക്സ് ഈസ് ഡാം ഗുഡ്. അതാണ് ബേസിക്കലി ഇവിടെയുള്ള നമ്മുടെ ഹെഡ് ഏക്സ് ഒക്കെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതാണ് SEZയിലെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നൊരു സ്പൈസ്, ഒരു ബ്ലാക്ക് പെപ്പർ അല്ലെങ്കിൽ കുരുമുളക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ അത് എക്സ്പോർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ നോർമൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു 3-5 ഡേയ്സ് കസ്റ്റംസ് ക്ലിയറൻസിന് നമ്മൾ സമയമെടുക്കും. അതുപോലെ നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, നമുക്ക് മെഷീനറിയും ബാക്കി എക്യുപ്മെന്റ്സിനൊക്കെ നമുക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി വരും. അതുപോലെ നമുക്ക് GST ഉണ്ട്, പിന്നെ സ്റ്റോറേജ്, ലോജിസ്റ്റിക്സ്, അങ്ങനെ ഒരുപാട് തലവേദനകളുണ്ട്. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്കണോമിക് സോണിൽ നിന്നാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ കൊച്ചി പോലത്തെ ഒരു SEZ എന്ന് കാണുന്നുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങളുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി അവിടെ ഫ്രീ ആണ്. നിങ്ങൾക്ക് മെഷീനറിക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഡ്യൂട്ടി ഇല്ല. അതുപോലെ ആദ്യത്തെ 5 വർഷത്തേക്ക് ഇൻകം ടാക്സ് 0% ആണ്. അതുപോലെ ഇന്റർനാഷണൽ പേയ്മെന്റ്സ് എല്ലാം ഫെസിലിറ്റീസ് ഒക്കെ കുറച്ചും കൂടി ഈസിയാണ്. അതുപോലെ ലോജിസ്റ്റിക്സ്, സ്റ്റോറേജ്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ ആദ്യത്തെ 5 ഇയേഴ്സിലേക്ക് 0% ആണ്, നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് 50%, ആൻഡ് നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്കും അതുപോലെ തന്നെ എന്തൊക്കെയോ ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 10AA പ്രകാരം ഉണ്ടാവുന്ന കുറച്ച് ഇളവുകളാണ്. സോ ബേസിക്കലി ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. സെയിം പെപ്പർ, സെയിം ബയർ, ബട്ട് ഇൻ SEZ. അതാണ് വ്യത്യാസം. യുവർ കോസ്റ്റ് ഗോ ഡൗൺ, യുവർ പ്രോഫിറ്റ് ഗോസ് അപ്പ്, ആൻഡ് എക്സ്പോർട്സ് മൂവ് ഫാസ്റ്റർ. സോ ബേസിക്കലി SEZ അറിയാത്തവർ നിങ്ങൾ ഇതിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. ആൻഡ് ദിസ് ഈസ് എക്സാക്ട്ലി ഹൗ thousands ഓഫ് പീപ്പിൾ ഓർ thousands ഓഫ് എക്സ്പോർട്ടേഴ്സ് ഇൻ ഇന്ത്യ സ്കെയിൽ ഗ്ലോബലി. വെരി സൈലന്റ്, വെരി സ്മാർട്ട്, ആൻഡ് ടാക്സ് ഫ്രീ. അപ്പം ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ബെനിഫിഷ്യൽ ആവും തോന്നുന്നു. സോ നെക്സ്റ്റ് ടൈം യു ഡ്രീം ഓഫ് എക്സ്പോർട്ടിംഗ് സംതിങ്, റിമെമ്പർ 3 മാജിക് ലെറ്റേഴ്സ് SEZ. ഇനി ഇന്ത്യയിൽ ഏതൊക്കെ SEZs ഉണ്ട്, അതിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ഫോക്കസ് ഏരിയ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു കമന്റ് SEZ. I will send you the full details of how SEZs work in India.